ഹലോ, വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് ഞാനിവിടെ റെഡിയാക്കാനായിട്ട് പോകുന്നത് സോയ ചങ്ക്സ് കൊണ്ടുള്ളൊരു തോരനാണ്. സാധാരണ നമ്മൾ സോയ ചങ്ക്സ് വെച്ച് മസാല കറിയൊക്കെ അല്ലേ വെക്കുന്നത്, റോസ്റ്റ് പോലെയൊക്കെ അല്ലേ വെക്കുന്നത്. പക്ഷേ ഇന്ന് നമ്മളിന്ന് തോരൻ റെഡിയാക്കാം. എന്നിട്ട് ആദ്യം തന്നെ ചെയ്യേണ്ടത്, ഒരു പാൻ എടുത്തിട്ട് വെള്ളം നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം ഈ സോയ ചങ്ക്സ് ഇട്ട് കൊടുക്കുക. ഇവിടെ കല്ലുപ്പാണ് യൂസ് ചെയ്യുന്നത്, അപ്പോൾ കല്ലുപ്പ് ലായനിയാക്കിയിട്ട് ആ വെള്ളം ഒഴിച്ചു ശേഷം നമുക്ക് ഇതിന് തോരൻ വെക്കാനായിട്ട് ആവശ്യമുള്ളത് ഗ്രേറ്റ് ചെയ്ത തേങ്ങ, കുറച്ച് ചെറിയ ഉള്ളി, ഒരു കഷ്ണം ഇഞ്ചി, 2-3 വെളുത്തുള്ളി, പെരിഞ്ജീരകം, ഗരം മസാല, ഇത്രയാണ് തോരൻ വെക്കാനായിട്ട് ആവശ്യമുള്ളത്. ഗ്രേറ്റ് ചെയ്ത തേങ്ങയിലോട്ട് കുറച്ച് പെരിഞ്ജീരകവും ഗരം മസാലയും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തു. അതിനുശേഷം നമ്മളൊരു പാൻ അടുപ്പത്ത് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുകിട്ട് പൊട്ടിച്ചു. വറ്റൽമുളക്, ചെറിയ ഉള്ളി, വെളുത്തുള്ളി, കാന്താരി ഇത്രയും ഇട്ട് നന്നായിട്ട് വഴറ്റി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഗ്രേറ്റ് ചെയ്ത ഒതുക്കി വെച്ച ആ തേങ്ങയില്ലേ, ആ തേങ്ങയും കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. നല്ലതുപോലെ ഒരു 5 മിനിറ്റ് അത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. അതിന് ശേഷം നമ്മൾ ഈ പിഴിഞ്ഞ് വെച്ച സോയ ചങ്ക്സ് ഇല്ലേ, അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിട്ട് നന്നായിട്ട് കുറേ നേരം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 5-10 മിനിറ്റ് ഒന്ന് മൂടി വയ്ക്കുക. ഇടയ്ക്കിടയ്ക്ക് നമ്മളൊന്ന് ഇളക്കി കൊടുക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ അടി പിടിക്കാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കി ഇളക്കി കൊടുക്കും. അപ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലടിക്കും. നമ്മൾ ഈ കക്കാർച്ചിയൊക്കെ തോരൻ വെക്കാറില്ലേ, തേങ്ങയിട്ട് തോരൻ വെക്കുമല്ലോ, ആ ഒരു സ്മെല്ലാണ്. ഈ പെരിഞ്ജീരകം ഇട്ടത് കൊണ്ട് ആ ഒരു സ്മെല്ലാണ് ഈ സമയത്ത് നമുക്ക് വരുന്നത്. നല്ല സ്വാദിഷ്ടമായിട്ടുള്ള ഒരു സോയ ചങ്ക്സ് തോരനാണ് ഇവിടെ റെഡിയായിരിക്കുന്നത്. നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കുക കേട്ടോ. അടുത്ത റെസിപ്പിയായിട്ട് വീണ്ടും കാണാം.